അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഖൗലിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് ഒരു ലഫ്ള് പോലും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല, തയ്യാറായി ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മലക്ക് നിങ്ങളുടെ കൂടെ ഇല്ലാതെ. അപ്പോൾ ഈ മലക്കുകൾ ഇത് രേഖപ്പെടുത്തി അള്ളാഹുവിനെ കാണിക്കും. റഹ്മാനായ റബ്ബ് ഇത് അറിയുന്നുണ്ട്, എൻ്റെ കർമ്മരേഖയിൽ ഇത് വരും എന്ന് യഖീനോടുകൂടി വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പിന്നെ പരദൂഷണം പറയാൻ കഴിയുക? രണ്ടാമത്തത്, ഗീബത്തിന്റെ ആ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് കുറിയവൾ എന്ന് ആക്ഷൻ കാണിച്ചു, കൈകൊണ്ട്. വലിപ്പമില്ലാത്ത, ഹൈറ്റ് ഇല്ലാത്ത ആൾ എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആ ആക്ഷൻ പോലും ഒരു കലിമത്താണ്, ഒരു വാക്കാണ്. കാരണം അതൊരു ഒരു സന്ദേശത്തെ കൈമാറുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു. നീ ഇപ്പോൾ പറഞ്ഞ വാക്ക് സമുദ്രത്തിൽ കലക്കിയാൽ ഭൂമിയിലെ മഹാസമുദ്രങ്ങൾ അതിൻ്റെ പാപം കാരണത്താൽ കലങ്ങിപ്പോകും, വൃത്തികേടായി പോകും. ഒരു ഇഷാറ, കൈകൊണ്ട് കാണിച്ച ഒരു ആംഗ്യം പോലും സമുദ്രത്തിൽ കലക്കിയാൽ സമുദ്രം മലിനമായി പോകും. അത്രക്ക് ഗൗരവമാണ് മറ്റൊരാളെ കുറച്ച് സംസാരിക്കൽ. മൂന്നാമത്തത്, സ്വർഗം വേണമോ? നാവിനെ സംരക്ഷിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നാവിനെ അടക്കിയേ മതിയാകൂ. അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും ഗീബത്ത് പറയാതിരിക്കണം. ആരാണോ തൻ്റെ സ്വന്തം സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാളുടെ തിന്മകൾ ആരോടും പറയാതെ മറച്ചു വെക്കുന്നത്, ആരെങ്കിലും അയാളെ പറ്റി കുറ്റം പറയുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്, എന്നിട്ട് സ്വന്തം സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നവനെ നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്തവർക്ക് ആ സംരക്ഷണമില്ല എന്നർത്ഥം. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? ഗീബത്ത് പറയാതിരിക്കണം. മാത്രമല്ല, നാവ് കൊണ്ടുള്ള ഒരു പ്രത്യേകത, നാവ് കൊണ്ടുള്ള ഇബാദത്തിന്റെ പ്രത്യേകത, അതുകൊണ്ട് സ്വയം ഇബാദത്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, മറ്റു ഇബാദത്തുകളെ സംരക്ഷിക്കുന്ന അവയവമായി അള്ളാഹു നാവിനെയാണ് നിശ്ചയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ചില ആളുകൾ വരും, നോമ്പും നമസ്കാരവും സകാത്തും സദഖയും എല്ലാം ചെയ്തവരാണ്, പക്ഷേ അവർ പാപ്പരായി പോകും, അവരുടെ നന്മകളൊക്കെ നിഷ്ഫലമായി പോകും, അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാവ് കൊണ്ട് അവർ ധാരാളം ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ടാകും. ഗീബത്ത് പറയും, ആരോപണങ്ങൾ പറയും. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ നാവ് കൊണ്ടുള്ള ഉപദ്രവം കാരണത്താൽ ചെയ്ത സൽക്കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. ഞാൻ നമസ്കരിക്കുകയും നോമ്പൊലിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ ഗീബത്ത് ഞാൻ പറഞ്ഞാലും വലിയ പ്രശ്നമല്ല എന്ന് ആരും ധരിക്കരുത്. നമ്മുടെ നമസ്കാരങ്ങളെയും മറ്റു പ്രവർത്തനങ്ങളുടെയും നന്മകൾ നാം ആരെക്കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അതിന്റെ പുണ്യം അവർക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരും. പിന്നീട് അവരുടെ തിന്മകൾ നമ്മുടെ മേൽ വഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. പിന്നീട് ആ പാപങ്ങളുമായി നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. അതാണ് ഗീബത്തിന്റെ ഗൗരവം.